നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ ക്രൈസ്തവ നിന്ദയുടെ മറ്റൊരു പേരായി ആവിഷ്കാര സ്വാതന്ത്ര്യം മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ക്രൈസ്തവരെ വളരെയധികം വേദനിപ്പിച്ച അതിനീചമായ ക്രൈസ്തവ അവഹേളനം നടന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ അരങ്ങേറിയത്. ഒന്ന് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലും രണ്ട് തൃശൂർ ജില്ലയിലും. വിരോധാഭാസം എന്ന് പറയട്ടെ, ഈ രണ്ട് സംഭവങ്ങളിലും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. പങ്കുവെക്കലിന്റെ, സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ ഇടങ്ങളായി തീരേണ്ട കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ ക്രൈസ്തവരെ അവഹേളിക്കുവാൻ അല്ലെങ്കിൽ ക്രൈസ്തവ ചിഹ്നങ്ങളെ അവഹേളിക്കുവാനുള്ള ഒരു വേദിയാക്കി മാറ്റുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. തൃശൂർ ജില്ലയിൽ തന്നെ അരങ്ങേറിയ, കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വേദിയിൽ അരങ്ങേറിയ നാടകത്തിൽ ക്രൈസ്തവ സന്യസ്തരെ, ക്രൈസ്തവ വിശ്വാസത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന, അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു അവതരണമാണ് നടന്നത്. ഈ മാർച്ച് 6-ാം തീയതി പിന്നീട് ഇടതുപക്ഷം ഭരിക്കുന്ന ഗുരുവായൂർ നഗരസഭയുടെ കീഴിൽ നടക്കുന്ന ഒരു ചടങ്ങിലും ഈ ഒരു നാടകാവതരണം അരങ്ങേറി. എന്തൊക്കെ അവഹേളിച്ചാലും, എത്രയൊക്കെ അപമാനിച്ചാലും തിരിച്ചടിക്കില്ല എന്നൊരു ധൈര്യമാണോ ആവർത്തിച്ച് സംഭവിക്കുന്ന ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾക്ക് പിന്നിൽ? ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, ഇത് ആവിഷ്കാര തോന്നിവാസമാണ്. ഈ ചർച്ചയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് KCBC പ്രോലൈഫ് സമിതി ജനറൽ സെക്രട്ടറി ശ്രീ ജെയിംസ് ആഴ്ചങ്ങാടൻ, ഒപ്പം കാസയുടെ പ്രസിഡന്റ് ശ്രീ കെവിൻ പീറ്റർ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജെയിംസ്, അങ്ങ് ഈ ഒരു നാടകം കണ്ട ഒരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി 8-ാം തീയതി ഈ ഇറ്റ്ഫോക്കിൽ, ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന ഈ ഒരു നാടക അവതരണം അങ്ങേയറ്റം ക്രൈസ്തവ സന്യാസത്തെ അവഹേളിക്കുന്ന തരത്തിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ വളരെയധികം തെറ്റിദ്ധാരണകൾ ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു നാടക അവതരണം. മാത്രമല്ല, പിന്നീട് ഈ ആഴ്ച മാർച്ച് 6-ാം തീയതി ഗുരുവായൂർ നഗരസഭയുടെ കീഴിൽ നടക്കുന്ന സർഗോത്സവം എന്ന ഒരു പരിപാടിയിൽ ഈ നാടകം അവതരിപ്പിക്കപ്പെട്ടു. ഗുരുവായൂർ നമുക്കറിയാം, മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു സ്ഥലമാണ്. ഭൂരിപക്ഷ സമുദായം ഹൈന്ദവർ വളരെയധികം തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം. ആ ഒരു ഇടത്ത് ഈ ഒരു നാടകം അവതരിപ്പിക്കുന്നതിലൂടെ കൃത്യമായൊരു ലക്ഷ്യം വ്യക്തമാണ്. ക്രൈസ്തവ സന്യാസത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പൊതുബോധം അത്തരം സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക എന്നത്. ഈ നാടകം കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എത്രത്തോളം ആഴത്തിലാണ് ക്രൈസ്തവ സന്യാസം, ക്രൈസ്തവ വിശ്വാസം ഈ നാടകത്തിൽ അവഹേളിക്കപ്പെട്ടത്? ശ്രീ ജെയിംസ്. ഇതിനകത്ത് ഏറ്റവും വിഷമകരമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. അതായത് ഇപ്പൊ വർഷങ്ങളായിട്ട് ഇറ്റ്ഫോക്ക് അന്തർദേശീയ തിയേറ്റർ ഫെസ്റ്റിവൽ തൃശ്ശൂരിൽ നടന്നു വരുന്നുണ്ട്. നല്ലൊരു സംഭവമാണ്. നല്ല പല വിദേശ രാജ്യങ്ങളിലെ നാടകങ്ങൾ തൃശ്ശൂർ കാണാനും ഒക്കെ ആയിട്ടുള്ള ഒരു അവസരമാണ്. മുൻ വർഷങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു നാടകത്തിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീൻ മാത്രമാണ് ഒരു ക്രൈസ്തവ ഭാഗത്തെ താറടിച്ച് കാണിക്കുന്ന രീതിയിലൊക്കെ കാണിക്കാറുണ്ട്. ഞാൻ മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഈ ഒരു ഫോക്ക് നാടകോത്സവം കാണാറുള്ളതാണ്. ഇപ്രാവശ്യം ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഈ പ്രാവശ്യത്തെ മിക്കവാറും എല്ലാ നാടകങ്ങളും ഞാൻ കണ്ടിരുന്നു. ആരംഭം തൊട്ട് തന്നെ ഞാനത് കണ്ടിരുന്നു. ഇപ്രാവശ്യം കണ്ടൊരു പ്രത്യേകത, മിക്കവാറും നാടകങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീനോ ഒക്കെ ക്രിസ്ത്യാനിറ്റിയെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. എന്നാല് ഈ പർട്ടിക്കുലർ നാടകം, അതായത് ഇപ്പൊ ഈ പറഞ്ഞ കക്കളി എന്ന് പറയുന്ന ഈ നാടകം മലയാള നാടകമായിരുന്നു. ഈ നാടകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരേക്കും ക്രൈസ്തവ സന്യാസത്തെയും കോൺവെന്റുകളെയും വൈദികരെയും ബിഷപ്പ്മാരെയും ഒക്കെ ശരിക്കും അത് വളരെ മ്ലേച്ഛകരമായ രീതിയിൽ, മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു ഇതാണ് കണ്ടത്. അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത കണ്ടത്, ഇത്രയും നാടകങ്ങള് ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവത്തിൽ ഇത്രയും നാടകങ്ങളൊക്കെ കളിക്കുമ്പോഴും ഈ ഒരു പർട്ടിക്കുലർ നാടകം മാത്രമാണ് ആരംഭം മുതൽ അവസാനം വരേക്കും ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ മന്ത്രി ഇരുന്ന് കണ്ട് ആസ്വദിച്ച് കൈയടിച്ചിരുന്നത്.
ഈ കയ്യടി മാത്രമല്ല, ഈ നാടകം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ നാടകത്തെ അഭിനന്ദിക്കുകയും അതിലെ ഈ ഒരു കന്യാസ്ത്രീയുടെ വേഷമണിഞ്ഞ, പ്രധാന കന്യാസ്ത്രീയുടെ വേഷമണിഞ്ഞ ആ വ്യക്തിയെ ആദരിക്കുക, മന്ത്രിക്ക് നൽകിയ ഗിഫ്റ്റ് ആ കന്യാസ്ത്രീക്ക് കൊടുത്തുകൊണ്ട് ആദരിക്കുക കൂടെ ചെയ്യാണ്. വാസ്തവത്തിൽ അത് വളരെ വിഷമം പിടിച്ച ഒരു അവസ്ഥയിലായിരുന്നു ഞാനിത് കാണാനായിട്ട് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ട് അത് കാണാൻ ഞാൻ അങ്ങനെ അവസാനം വരെ ഇരുന്നു എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. അതും എനിക്ക് മറ്റൊരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളതാണ്. കാരണം നമ്മുടെ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഞാൻ നോക്കുമ്പോൾ അവിടെ ഇല്ല. ഈ ഒരു നാടകം കാണാനോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഇത് എന്തെന്നറിയാൻ പോലും ആ ഭാഗത്തുണ്ടായിരുന്നില്ല. അതാണ് മറ്റൊരു വിഷമകരമായിട്ടുള്ള അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇത് നടന്നു കഴിഞ്ഞപ്പോഴും പലപ്പോഴും നമുക്ക് പുറത്തേക്ക് വന്നിരുന്നില്ല. പക്ഷെ ഇപ്പോഴേ ഗുരുവായൂർ ഈ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇത് വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ഈ ഒരു നാടകം കണ്ടതിന് ശേഷം ഈ ഒരു വിഷയം അവതരിപ്പിച്ചതിന് പ്രതികരണം ഗവൺമെന്റ് മിനിസ്റ്റർക്കും ചെയർമാനും ഒക്കെ ഞാൻ പേഴ്സണലി അയച്ചിരുന്നു, പത്രങ്ങൾ കൊടുത്തിരുന്നു. മറ്റു പത്രങ്ങൾ ആരും ഇത് പ്രസിദ്ധീകരിച്ച് കണ്ടില്ല. കാരണം അവർക്കും ഇതിനൊരു പക്ഷെ ഒരു പങ്ക് കാണുന്നത് ഞാൻ ധരിക്കുന്നു. ഞാൻ അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ഞാനിത് പത്രങ്ങൾക്ക് കൂടെ കൊടുത്തിരുന്നു. പക്ഷേ ഓക്കെ ശ്രീ ജെയിംസ്, ഈ കക്കുകളി ഈ ഒരു നാടകം നമുക്കറിയാവുന്ന ഒരു ആലപ്പുഴയിലെ ഒരു നാടക സംഘമാണ്, നീതൽ നാടക സംഘമാണ് ഇതിന് പിന്നിലുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഇറ്റ്ഫോക്ക് ആ ഒരു നാടക ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ ഡ്രാമ ഫെസ്റ്റിവൽ, അവിടെയാണ് ഈ ഒരു നാടകം അരങ്ങേറിയത്. അതിനു മുമ്പ് പല വേദികളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ക്രൈസ്തവ സന്യാസത്തെ അങ്ങേയറ്റം ഹീനമായ രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ അപമാനിക്കുന്ന ഈ നാടകാവതരണം അരങ്ങേറിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ഇറ്റ്ഫോക്ക് ആ ഒരു നാടകവേദിയിൽ സർക്കാരിന്റെ ഒരു പങ്കാളിത്തം എത്രത്തോളമുണ്ട്? ഒരു സർക്കാർ സ്പോൺസേർഡ് ഒരു പ്രോഗ്രാം ആയിരുന്നോ അത്, അല്ലെങ്കിൽ ആ വേദി ഒരു സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു വേദിയായിരുന്നോ? അതിനെപ്പറ്റി ഒന്ന് പങ്കുവെക്കാം. തീർച്ചയായിട്ടും ഇത് സർക്കാരിന് 100% സർക്കാരിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാരണം കേരള സംഗീത നാടക അക്കാദമിയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ ബജറ്റിനകത്ത് എനിക്ക് തോന്നുന്നു 1 കോടി രൂപ ഈ പർട്ടിക്കുലർ പ്രോഗ്രാമിന് വേണ്ടി മാത്രം മാറ്റിവെച്ചതായിട്ടുള്ളത് നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു. അപ്പോഴേ സർക്കാർ മുഴുവൻ ഉത്തരവാദിത്വം സർക്കാരിനുള്ള ഒരു പ്രോഗ്രാം തന്നെയാണിത്, യാതൊരു സംശയവുമില്ല. കാരണം ഇത് സംഗീത നാടക അക്കാദമിയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. സംഗീത നാടക അക്കാദമിയുടെ, കേരള സ്റ്റേറ്റിന്റെ സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാന കേന്ദ്രം തൃശ്ശൂരാണ്. അപ്പൊ ഈ സംഗീത നാടക അക്കാദമി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പ്രോഗ്രാം ആകുമ്പോൾ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വ സർക്കാരിന് തന്നെ ഉണ്ട്, അത് യാതൊരു സംശയമില്ല. ഫണ്ട് പോലും ഇപ്രാവശ്യം എനിക്ക് മുൻ വർഷങ്ങളിൽ അങ്ങനെ കണ്ടിരുന്നില്ല. പക്ഷെ ഈ കഴിഞ്ഞ ബജറ്റില് ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് വേണ്ടി മാത്രം 1 കോടി രൂപയോളം മാറ്റിവെച്ചിട്ടുള്ളതാണ്. അതായത് സർക്കാർ ബഡ്ജറ്റിൽ വലിയൊരു തുക ഈ ഒരു പ്രോഗ്രാമിന് മാറ്റിവെക്കുന്നു. സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത കുറവ് കൃത്യമായി തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ഇത്തരം ഡ്രാമ ഫെസ്റ്റിവൽ ഏതൊക്കെ തരത്തിലുള്ള ആവിഷ്കാരങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത് എന്നത് ഒരു സർക്കാർ ഫണ്ടഡ് ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൃത്യമായി ജാഗ്രത പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നു, അല്ലെ? അതോടൊപ്പം ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അതിന്റെ ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു മന്ത്രി VN വാസവൻ അതിൽ പങ്കെടുത്തു. ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു സാന്നിധ്യം ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആ ഒരു നാടകാവതരണ സമയത്തുണ്ടായിരുന്നു. യെസ്, രണ്ടുപേരും ഇതിനകത്ത് പങ്കെടുത്തിരുന്നു. അത് മറ്റു നാടകങ്ങള് എനിക്ക് തോന്നുന്നൊരു 28ഓളം നാടകങ്ങളെ പറ്റി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റു നാടകങ്ങളൊന്നും കാണാനായിട്ട് ഇവരാരെയും ഞാൻ കണ്ടിരുന്നില്ല. പക്ഷെ ഇത് ആരംഭം മുതൽ അവസാനം വരേക്ക് അതായത് മന്ത്രി ആയിരുന്നു കാണുകയാണ്. അതും കാണികൾ കൈയടിക്കുന്നതോടൊപ്പം ആഹ്ലാദിച്ച് കൈയടിക്കുന്നു. ഇതിലെ ചില രംഗങ്ങള് പറയുമ്പോഴേ എനിക്കതൊരു പ്രയാസമുണ്ട്. കാരണം അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വ്യക്തമാക്കാമോ? കാരണം ഒരു നാടകം നമുക്കിപ്പോ ഒരു മൂവി ആണെങ്കിൽ നമുക്കത് പല രീതിയിൽ കാണാനുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ ഈ ഒരു നാടകം ആ ഒരു സ്റ്റേജിൽ സന്നിഹിതരായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. എത്രത്തോളം ഹീനമായ രീതിയിലാണ് ക്രൈസ്തവ സന്യാസി, ചില വീഡിയോ ഒക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷെ കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അതിന്റെ ചില രംഗങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ? പ്രേക്ഷകർക്ക് ഈ ഒരു നാടകം എത്രത്തോളം ഹീനമായ രീതിയിലാണ് ക്രൈസ്തവരെ അവഹേളിച്ചത് എന്നതിന്റെ ഒരു ആഴം ഒന്ന് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ശ്രീ ജെയിംസ്. തീർച്ചയായിട്ടും. അതായത് ഈ പർട്ടിക്കുലർ കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ, അതായത് മഠത്തിൽ ചേരാനായിട്ട് ആഗ്രഹിച്ച് വീട്ടിൽ നിന്ന് എതിർപ്പുണ്ട്, വീട്ടിലെ ഫാദറിന്റെ എതിർപ്പുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത്
തികഞ്ഞ LDF പ്രവർത്തകന് അത് അതിൽ ചിത്രീകരിക്കുന്നുണ്ട്. ചുവന്ന കൊടിക്കായിട്ട് അപ്പൊ ഇദ്ദേഹം മകളെ ഇതിന് വിലക്കുന്ന വെക്കിയിട്ട്, പക്ഷെ മകള് ഇവരുടെ വിലക്കാതെയാണ് ഈ മഠത്തിലേക്ക് പോകുന്നത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മഠത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നാടകം കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ മഠത്തിൽ ചേർന്ന ഈ കുട്ടിയെ ഇവര് പാർപ്പിച്ചിരിക്കുന്നത് ഇവരുടെ സ്റ്റോർ റൂം എന്ന് പറയുന്നതിനകത്ത് എലികളും മറ്റൊക്കെ ഒരു കുടിസായ മുറിക്കകത്താണ്. അതാണ് ഓപ്പറേറ്റ് സ്റ്റേജിൽ നമ്മൾ കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന കന്യാസ്ത്രീ ആവാൻ പോകുന്ന കുട്ടികളെ പരമാവധി പീഡിപ്പിക്കുകയാണ് അതിനകത്ത് എന്ന് പറയുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പടത്തിനകത്തുള്ള അന്തേവാസികളുടെ മുഴുവൻ വസ്ത്രങ്ങളും ഈ കുട്ടിക്ക് അലക്കാൻ കൊടുക്കുന്നത്. അപ്പൊ അത് സ്റ്റേജിലൊരു അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് ഈ കുട്ടി ബക്കറ്റിനകത്ത് വാരിച്ച വന്ന് വെക്കുന്നു. അത് കഴിഞ്ഞ് അലക്കി തോരണം പോലെ ഇടാണ്. അപ്പൊ ഈ തോരണം പോലെ ഇടുന്നത് അതാണ് രസം. ഈ കന്യാസ്ത്രീ മഠത്തിലെ മുഴുവൻ അന്തേവാസികളുടെയും അടിവസ്ത്രങ്ങളെ കഴുകി തോരണ പോലെ 2-3 വരിയായി ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ സ്റ്റേജിനകത്ത്. അത് കഴിഞ്ഞ് ഇത് കണ്ട് മേലധികാരികൾ വരുന്നു. അപ്പൊ ഒരു ചീത്ത പറയുന്നു, ഇത് വലിച്ചു പൊട്ടിക്കുന്നു. ഈ രംഗം കഴിയുന്നതോടുകൂടി വീണ്ടും ഇതേ ഈ കന്യാസ്ത്രീ കുട്ടി, അതായത് ഇവിടെ മഠത്തിൽ ചേരാൻ വന്ന ഈ കന്യാസ്ത്രീ കുട്ടി സ്റ്റേജിനകത്ത് നിന്ന് സ്വന്തം അടിവസ്ത്രം അങ്ങ് ഊരി അത് കാണികളെ പ്രദർശിപ്പിക്കുന്നു. അതും കൊണ്ട് തിരിഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പുരോഹിതൻ കടന്നു വരുന്ന പുരോഹിതൻ കാണുന്ന എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇതൊക്കെ സ്റ്റേജിനകത്ത് പോലെ നിറഞ്ഞു നിന്ന് കാണിക്കുകയാണ്. അപ്പൊ ഇത് കണ്ട് ഓഡിയൻസ് ഇത് കണ്ട് കൈയടിക്കുന്നു, ആസ്വദിക്കുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അതായത് കന്യാസ്ത്രീ മഠത്തിനകത്ത് മാക്സിമം പീഡനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു രംഗത്തേക്ക് വരുമ്പോ ഒരു വൈദികൻ രാത്രി നേരത്ത്, അതായത് കന്യാസ്ത്രീ മഠത്തിൽ ഈ കുടിസ് റൂമിൽ കഴിയുന്ന ഈ കുട്ടിയെ പ്രാപിക്കാനായിട്ട് കടന്നു വരുന്നതൊക്കെ ആയിട്ട് ഇതില് ചിത്രീകരിക്കാണ്. എന്ന് പറഞ്ഞാല് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തർദേശീയ വേദിയാണെന്നുള്ളത് ആലോചിക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വേദിയിലിരിക്കുന്നവര് മനസ്സിലാക്കുക, ഈ എല്ലാ മഠങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കന്യാസ്ത്രീകളും ഇത്തരത്തിലെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കന്യാസ്ത്രീ മഠങ്ങളിലൊക്കെ ഇതാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ധാരണ വരുത്തുന്ന രീതിയിലാണ്. അത് മാത്രമല്ല, മറ്റൊരു വിഷമകരമായിട്ടുള്ള ഇത് കൂടിയുണ്ട്. അതായത് ക്രൈസ്തവ ഗാനങ്ങള്, നല്ല ഭക്തി നിർഭരമായിട്ടുള്ള ക്രൈസ്തവ ഗാനങ്ങളെ സ്ഥാനത്തും അസ്ഥാനത്തും ഇത് പാടുന്നു. ആ പാടുമ്പോഴേ ഇവിടെ ഇവര് കളിയാക്കി ചിരിക്കുന്നു. ആ രീതിയിലുള്ള, അതായത് എങ്ങനെയൊക്കെ ക്രൈസ്തവ സന്യാസത്തെയും ക്രൈസ്തവ സമൂഹത്തെയും വേദനിപ്പിക്കാമോ അതെല്ലാം ഈ നാടകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് കണ്ടിരിക്കുമ്പോൾ വളരെ മനോഹരമുണ്ടാക്കും. അതിപ്പോ നമുക്കൊരു പൊതുസമൂഹത്തിലേക്ക് ഇത് കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും വേദനാജനകമാണ്. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പ്രദർശനമാണ്, അല്ലെങ്കിൽ ഒരു ആവിഷ്കാരമാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത്. യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഒരു അന്തർദേശീയ നാടകമേള കേരള സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ട് നടത്തിയതിനകത്ത് ഈ ഒരു വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന രീതി ഒരു തരത്തിലും നമുക്ക് യോജിക്കാനായിട്ട് പറ്റില്ല. ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷം ഒരു നിരീശ്വരവാദ ചിന്തകളൊക്കെ അവരുടെ മനസ്സിലുണ്ട്. ഈ നാടകവേദികളിൽ ഈ ക്രൈസ്തവ സമുദായം അല്ലെങ്കിൽ ഈ മതങ്ങളെ വിമർശിക്കുക എന്നൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഈ ക്രൈസ്തവ സമുദായത്തെ ഇത്തരത്തിൽ ഹീനമായി ചിത്രീകരിച്ചത്? അതോ ഒരു മതത്തെ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്ത്, അതോ എല്ലാ മതങ്ങളെയും ഒരുപോലെ ഇത്തരം വേദികളിൽ അവർ വിമർശിക്കുന്നുണ്ടോ പല നാടകങ്ങളിലൂടെ? അതാണ് മറ്റൊരു പ്രത്യേകത ഇതിനകത്ത് കണ്ടത്. അതായത് ഇവിടെ പറഞ്ഞു വെക്കുന്നത്, ഈ നാടക അന്ത്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞു വെക്കുക, ക്രൈസ്തവ സമുദായത്തിൽ നിങ്ങൾക്ക്, ജനത്തിന് അല്ലെങ്കിൽ സമുദായ വിശ്വാസികൾക്ക് രക്ഷയില്ല. രക്ഷയ്ക്ക് ഈ പറഞ്ഞ ഇടതുപക്ഷ ചിന്താധാരയിലേക്ക് നിങ്ങൾ കടന്നു വരണം എന്ന രീതിയിലുള്ള ഒരു സന്ദേശം കൂടെ അവസാനത്തിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഇത്തരത്തിൽ പീഡനങ്ങൾ വരുന്നു, അല്ലെങ്കിൽ സമുദായ അംഗങ്ങൾ വരുമ്പോൾ ഈ ഇടതുപക്ഷ ചിന്താധാരയിലുള്ള പ്രവർത്തകരെ ഫ്ലാഗുമായി വന്ന് സ്റ്റേജിനകത്ത് കൃത്യമായിട്ട് ഇവരോട് പറയുന്ന രീതിയിൽ അത് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം അങ്ങനെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്രൈസ്തവ സമുദായത്തിനകത്ത് നീതി കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളാണ് നിങ്ങൾക്ക് നീതി തരുന്ന ആളുകൾ എന്ന രീതിയിലാണ് അതൊരു അവതരണം. മറ്റൊന്നുള്ളത്, ഈ ക്രൈസ്തവ സമുദായത്തെ ഇത്തരത്തിൽ അവഹേളിക്കുമ്പോഴും മറ്റ് സമുദായങ്ങള്, ഇപ്പോ മുസ്ലിം സമുദായത്തിന്റെ ചില സംഗതികളെ പോസിറ്റീവായിട്ട്, അതായത്
മുസ്ലിം സമുദായത്തിലെ ഇപ്പോ അവരുടെ വചനങ്ങള് ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കുന്ന നാടകങ്ങളാണ് അതിനകത്തുള്ള. അവർ യാതൊരു നെഗറ്റീവായിട്ടുള്ള സംഗതികളും കണ്ടിട്ടില്ല. പോസിറ്റീവായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നാടകങ്ങൾ ഈ ഒരു ഇപ്പോക്കിലുണ്ടായിരുന്നു. അപ്പോഴിവിടെ മനസ്സിലാക്കേണ്ട ഇതാണ്, ക്രൈസ്തവ സമുദായം മാത്രമാണ് ഇവിടെ പൊതുജൻ അല്ലെങ്കിൽ സമുദായങ്ങൾ പീഡിപ്പിക്കുന്നവരും അല്ലെങ്കിൽ സമുദായത്തിന് ഗുണകരമല്ലാത്ത ഒരു സമുദായം എന്ന് പറയുന്നത് ക്രൈസ്തവ സമുദായമാണ്. അത്തരത്തിലാണ് ഈ ഒരു അവതരണ രീതി നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഹിഡൻ അജണ്ടയായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. വളരെ വ്യക്തമാണ്. ഒപ്പം ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ വളരെയധികം വേദന തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ നാടകവേദിയിൽ അരങ്ങേറിയത് എന്നത് തന്നെ ശ്രീ ജെയിംസിന്റെ വാക്കിൽ നിന്നും വ്യക്തമാണ്. ശ്രീ കെവിൻ, ഈ ഒരു കക്കുകളി, ആ ഒരു നാടകം കണ്ട ഒരു വ്യക്തിയുടെ ശ്രീ ജെയിംസിന്റെ അനുഭവം അങ്ങ് കേട്ടു. എത്രത്തോളം വളരെയധികം പ്ലാൻഡ് ആയിട്ടാണ് ഈ ക്രൈസ്തവ സമുദായത്തിനെതിരെയുള്ള ചിന്തകൾ ഈ പൊതുസമൂഹത്തിൽ കുത്തി നിറയ്ക്കുവാൻ ചിലർ ശ്രമിക്കുന്നത്? അതിന് സർക്കാർ സംവിധാനങ്ങൾ തന്നെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതും വളരെയധികം ഖേദകരമായ ഒരു വസ്തുതയാണ്. നമ്മൾ രണ്ട് സംഭവങ്ങളാണ് ഈ ഒരു ചർച്ചയിൽ നാം വിശദമായി തന്നെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ദിവസങ്ങൾക്ക് മുമ്പ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നടന്ന SFI ആ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പോസ്റ്റർ പ്രദർശനം, ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ഉയർത്തിയ ഒരു പോസ്റ്റർ. അതിൽ വിശുദ്ധ കുരിശിനെയും കുമ്പസാരത്തെയും അവഹേളിക്കുന്നു. ഈ കലാലയങ്ങളിൽ ക്രൈസ്തവരും ഹൈന്ദവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഇടം, അവിടേക്കൊക്കെ ക്രൈസ്തവ വിരുദ്ധത കുത്തിനിറയ്ക്കുന്നു. ഒപ്പം തന്നെ ഇത്തരം പൊതുവേദികളിൽ വിവിധ സമുദായത്തിൽപ്പെട്ടവർ കാണാൻ വരുന്ന ഒരു പൊതുവേദികളിൽ കൃത്യമായി തന്നെ ക്രൈസ്തവ വിരുദ്ധത അവരുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള അവതരണങ്ങൾ. ഇത് രണ്ടിന്റെയും പ്രതിപട്ടികയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. ഇതൊരു ആകസ്മികമായി സംഭവിച്ച ഒരു കാര്യമാണോ, അല്ലെങ്കിൽ പലപ്പോഴും കാസ ഉന്നയിച്ചിട്ടുള്ള ഒരു ആശങ്കയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഒക്കെ ഇടതുപക്ഷ സംഘടനകളിൽ പിടിമുറുക്കുന്നു എന്നത്? എന്താണ് പറയാനുള്ളത് ശ്രീ കെവിൻ പീറ്റർ? ഇത് വളരെ കാലങ്ങളായിട്ട് വളരെ ബോധപൂർവമായി ചില അജണ്ടകൾ വെച്ചുകൊണ്ട് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുതന്നെയാണ് ഏറ്റവും അവസാനം ബ്രണ്ണൻ കോളേജിലും ഗുരുവായൂരിലെ സർഗോത്സവത്തിലും കണ്ടത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചില മതങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഹിന്ദു മതങ്ങൾക്ക് നേരെയും മാത്രമായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ആ മതങ്ങളുടെ എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം നേരിടുക, അല്ലെങ്കിൽ അതിനെ മാത്രം എതിർക്കുക എന്നുള്ളത് മാത്രമായിരിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇതിന്റെ പ്രധാനമായിട്ടും ഇവർ ഉദ്ദേശിക്കുന്നത് വളർന്നു വരുന്ന യുവതി യുവാക്കളിൽ സ്വന്തം സമുദായത്തിലെ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും എല്ലാം ഒരു അവമതിപ്പ് സൃഷ്ടിച്ച് അവരെ നിരീശ്വരവാദത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ ആ സമുദായത്തിന്റെ ചട്ടക്കൂട് തകർക്കുക എന്നതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിന് ഇവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും വെള്ളവും വളവും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ്. ആ പറഞ്ഞത് ഇന്നും ഉറച്ചു തന്നെ പറയുന്നു, അതിലൊന്നും ഒരു മാറ്റവുമില്ല. കാരണം ആ പാർട്ടി കോളേജ് സ്കൂൾ തലം മുതൽ തന്നെ ആ പാർട്ടിയെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകൾ ഹൈജാക്ക് ചെയ്ത് കഴിയും. ഇപ്പോഴത് ഒരു പടി കൂടെ കടന്ന് അവരുടെ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് ഒക്കെ എത്തിപ്പെട്ട് കഴിയും. അതായത് നേതൃത്വ സ്ഥാനങ്ങളിൽ ഒരു നിലപാടെടുക്കുമ്പോൾ അവശേഷിക്കുന്ന ആ പാർട്ടിയിലെ അന്യമതസ്ഥരായ ആളുകൾക്ക് അതിനെ നിശബ്ദമായി കണ്ടിരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അവർക്ക് എതിർക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആലപ്പുഴയിലെ ഉണ്ടായ കൂട്ടരാജി. അവിടെ SDP-യുമായിട്ട് അന്തർധാര ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എടുക്കുന്ന നിലപാടുകൾ, തീരുമാനങ്ങൾ എല്ലാം തന്നെ ആ പാർട്ടിക്കും ആ ഒരു സമുദായത്തിനും വേണ്ടിയുള്ളതായി മാറുകയും മറ്റുള്ളവർക്ക് ഒരു അവരുടെ വാക്കുകൾക്ക് വിലയില്ലാതായതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത് എന്നത് പറഞ്ഞതുപോലെയാണ് ഇവിടെ SFI പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനവും അല്ലെങ്കിൽ പുരോഗമന കലാസാഹിത്യ സംഘങ്ങളും എല്ലാം തന്നെ. അപ്പൊ SFIക്ക് ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് അവർക്ക് ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ, ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്കെതിരെ മാത്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ തൂലിക ഉയരുന്നത്.
അതേസമയം എത്രയൊക്കെ അവരുടെ കൺമുന്നിൽ എത്രയൊക്കെ അനീതികൾ നടന്നാലും അല്ലെങ്കിൽ എത്രയൊക്കെ അനാചാരങ്ങൾ അവർ കണ്ടാലും അവർക്ക് അതിനെ ഒന്നും എതിർക്കണമെന്ന് ഒരു തോന്നലേ ഉണ്ടാവുന്നില്ല. നമ്മൾ കണ്ടതാണ് കൊച്ചുകുട്ടികൾ അവതരിപ്പിച്ച കിതാബ് എന്ന് പറയുന്ന ഒരു നാടകം. ആ നാടകവേദിയിലേക്ക് മാർച്ച് നടന്ന ആ നാടകം തടസ്സപ്പെടുത്തണം, അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാർച്ച് നടത്തിയപ്പോഴും ഈ SFI പോലുള്ള പ്രസ്ഥാനങ്ങൾ, DYFI പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ, ഈ മുതിർന്ന സഹാക്കൾ ഇവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞുമക്കൾ ആ വേദിയിൽ സദസ്സിലിരുന്ന് നിറകണ്ണുകളോടെ ഇരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ തുറന്നു കാട്ടിയതാണ്. അപ്പോഴൊന്നും ആ കുട്ടികൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഇതില്ലായിരുന്നു. RK സൂരജ് എന്ന് പറയുന്ന റേഡിയോ ജോക്കി, അയാൾ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അതോടുകൂടി ആവിഷ്കാര സ്വാതന്ത്ര്യം അയാൾക്ക് ഇല്ലാണ്ടായി. കോഴിക്കോട് നടത്തിയ ഫ്ലാഷ് മോബ് നാം കണ്ടതാണ്. എന്തായിരുന്നു അതിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം? അവർക്ക് അതൊന്നും ബാധകമല്ലേ? ഇതേ SFI തന്നെയാണ് ഒരു വിഭാഗത്തിന് നേരെ മാത്രം കഴിഞ്ഞ കുറെ കാലങ്ങളായി ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവഹേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവും, ഒരു മിസ്റ്റർ യേശു താങ്കൾ പിഴച്ചു പറ്റവനല്ലേ എന്ന് തുടങ്ങുന്ന ഒരു ഭിത്തിയിൽ എഴുതി വെച്ചതിന്റെ പേരിൽ നടപടിയെടുത്ത പ്രധാന പ്രിൻസിപ്പലിന്റെ നേരെ കരാവോ നടത്തിയതും ഈ SFI തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസത്തെ ലോകമെമ്പാടും ക്രിസ്ത്യൻ വിശ്വാസികൾ പരിപാവനമായി കാണുന്ന വിശുദ്ധ കുരിശിനെ അവഹേളിക്കുവാനായിട്ടാണ് ആ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രവും വെച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ആവുന്ന ഒരു വാചകവുമായി രംഗത്തെത്തിയത്. അതും നോമ്പുകാലത്താണ് നമ്മൾ ചിന്തിക്കണം. അതെ, ഏറ്റവും പരിപാവനമായി കാണുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് തൂങ്ങുന്ന മുലകളുള്ള തൂങ്ങുന്ന മുലകളുള്ള പെൺകുരിശുകൾ. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ പെൺകുരിശുകൾ ചരിത്രത്തിൽ എവിടെയാണ് കണ്ടിട്ടുള്ളത് എന്ന് SFIക്കാർക്ക് ചിന്തിക്കാം. അർമേനിയയിൽ നടന്ന ക്രിസ്ത്യൻ വംശഹത്യയിൽ തുർക്കിയിൽ നിന്നുള്ള മുസ്ലിം മത തീവ്രവാദികളാണ് അവിടെ നഗ്നരാക്കി ക്രിസ്ത്യൻ പെൺകുട്ടികളെ കുരിശിലേറ്റിയത്. അത് മാത്രമാണ് ചരിത്രത്തിൽ തപ്പിയാൽ കിട്ടുക. പക്ഷെ എന്നാൽ ഇവരുടെ കണ്ണിന്റെ മുന്നിൽ LP സ്കൂൾ കുട്ടികളുടെ ലിംഗത്തിൽ നിന്നും ചോര ഇറ്റിറ്റ് വീഴുന്നത് ഇവർ നിത്യവും കാണാറുണ്ടല്ലോ. അതിനെതിരെ എന്താണ് ഇവർ പ്രതികരിക്കാത്തത്? പ്രതികരിച്ചാൽ പിന്നെ ഇവർ ആ പാർട്ടിയിൽ ഉണ്ടാവില്ല, ഇവർക്ക് വളരാൻ സാധിക്കില്ല, നാളെ അധികാരത്തിൽ എത്താൻ സാധിക്കില്ല. ഏറ്റവും വലിയ ക്രൂരതയല്ലേ ഈ പുരോഗമന ചിന്താഗതിക്കാരായ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ നടക്കുന്നത്? അവരുടെ അനുമതിയില്ലാതെ എത്ര ക്രൂരമായിട്ടാണ്, എന്തുമാത്രം വേദന നിന്നാണ് ആ കുട്ടികൾ. അപ്പൊ ഇതൊന്നും ഇവർക്ക് കാണാനോ അതിനെ എതിർക്കാനോ ഇവർക്ക് സാധിക്കുന്നില്ല. അതേസമയം ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ട് എന്തും ആകാമെന്നുള്ളതാണ്. അതിനെ എല്ലാവിധ സഹായ സഹകരണങ്ങളും സൗകര്യങ്ങളും എല്ലാം ഭരണതലത്തിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നു. അതിന്റെ ഒരു ഇതാണ് ഇപ്പോൾ നമ്മളെ ജെയിംസ് സാർ പറഞ്ഞ ഈ തൃശ്ശൂരിൽ നടന്ന, ഗുരുവായൂരിൽ നടന്ന ഈ നാടകം കക്കുകളി. അത് മുൻപ് തന്നെ അതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. എന്നിട്ടും അവിടെ അവർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എന്തായാലും ആ സംഘാടക സമിതി അതിനെക്കുറിച്ച് പരിശോധിക്കാതിരിക്കുകയില്ല. അപ്പോൾ ഈ ഇത്രയും വളരെ മ്ലേച്ഛമായ രീതിയിൽ അവിടെ കൂടുതലായിട്ടുള്ള ക്രിസ്ത്യൻ വിശ്വാസികളില്ല. പക്ഷെ അന്യമതസ്ഥർക്ക് മുൻപിൽ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും ഒക്കെ എത്ര കണ്ട് അവഹേളിക്കാൻ സാധിക്കുമോ, പച്ച നുണകൾ പടച്ചുവിടാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം വെക്കുന്നത്. എന്നിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്നും അത് ക്ഷേത്രം നടത്തിയതാണ് എന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തേക്ക് വരികയും അത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള, ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളിൽ തമ്മിലുള്ള ആ ബന്ധത്തിൽ വെള്ളം വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ വ്യക്തത വരുത്താമോ? അത് ഗുരുവായൂർ ക്ഷേത്രത്തിന് ആ നാടകവുമായി ഒരു ബന്ധവുമില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിന്റെ ഒരു ഭാഗമായിട്ടല്ല, ആ ഒരു സമയത്ത് തന്നെ ഗുരുവായൂർ നഗരസഭ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് സർഗോത്സവം. അവരാണ് അതിന്റെ എല്ലാവിധ നിയന്ത്രണങ്ങളും. അതിന്റെ സംഘാടക സമിതിയിൽ ഉള്ളതെല്ലാം തന്നെ നഗരസഭയിലുള്ളവരും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും തന്നെയാണ്. അല്ലാതെ ക്ഷേത്ര ഭരണസമിതിക്കോ ഗുരുവായൂർ ദേവസ്വത്തിനോ ആ ക്ഷേത്രത്തിനോ ഒരുവിധ ബന്ധവും ഈ സർഗോത്സവം എന്ന് പറയുന്ന പരിപാടിയുമായിട്ടില്ല. എങ്കിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്ന രീതിയിൽ ക്ഷേത്ര ഉത്സവത്തിന് ഇത്തരത്തിലൊരു നാടകം നടത്തിയെന്ന രീതിയിൽ വ്യാജ വാർത്തകൾ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജെയിംസ് സാർ വിശദീകരിച്ചതുപോലെ ആണെങ്കിൽ വളരെ ബോധപൂർവമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഒരു നേതാവ് ഇവിടെ ജാഥ നടത്തുന്നുണ്ടല്ലോ. എന്തിനെതിരെയാണ് ആ ജാഥ നടത്തുന്നത്? അപ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അത് മതസൗഹാർദ്ദത്തിന് ഉതകുന്നതാണോ അതോ എല്ലാ മതങ്ങളും തമ്മിലുള്ള ആ ഒരു ഇതിൽ വിള്ളൽ വീഴുന്നതാണോ ഇവിടെ സംഭവിക്കുന്നത്? പിന്നെ മറ്റൊന്ന് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
ഇതിനൊക്കെ ചരിത്രത്തിൽ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതേ ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ ആലപ്പുഴയിലെ നെയ്തൽ നാടക സംഘമാണ് ഈ നാടകം അരങ്ങിൽ അവതരിപ്പിക്കുന്നത്. അതെല്ലാവരും തന്നെ CPM ബന്ധമുള്ളവർ തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് ബന്ധമുള്ള ആളുകൾ തന്നെയാണ് നെയ്തൽ നാടക സംഘത്തിന്റെ പിന്നിലുള്ളത്. ഇതേപോലെ തന്നെ ആലപ്പുഴയിൽ മറ്റൊരു നാടകക്കാരനുണ്ടായിരുന്നു PM ആന്റണി. സ്പാർട്ടക്കസ് എന്ന് പറയുന്ന ഒരു നാടകത്തിലൂടെയാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അന്ന് അടിമകളുടെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് സ്പാർട്ടക്കസുമായി PM ആന്റണി എന്ന് പറയുന്ന ഒരു മുൻ നെക്സലൈറ്റുകാരൻ രംഗത്തുണ്ട് വരുന്നത്. അത് നെക്സലൈറ്റ് ചിന്താഗതിക്കാരനായിരുന്നു, അതിന്റെ ഒരു അനുഭാവിയായിരുന്നു. ആ സ്പാർട്ടക്കസ് എന്ന് പറയുന്ന നാടകം ഒത്തിരി വേദികളിൽ അത് ഇത് ചെയ്തു. അത് വൻ വിജയമായി മാറിയതോടുകൂടി അഹങ്കാരം തലക്ക് പിടിച്ച് ഇതേപോലെ തന്നെ സഹാക്കളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി ക്രിസ്തുവിന്റെ 5-ാം തിരുമുറിവ് എന്ന് പറയുന്ന 6-ാം തിരുമുറിവ് എന്ന് പറയുന്ന നാടകവുമായി രംഗത്തെത്തി. പക്ഷെ അവസാനം എന്തായിരുന്നു PM ആന്റണിയുടെ അവസ്ഥ? കേരളത്തിലെ നെക്സലൈറ്റ് കൊലപാതകങ്ങളിൽ ഏറ്റവും അവസാനത്തെ കൊലപാതകമായിരുന്നു തുമ്പോളിയിലെ കയർ ഫാക്ടറി മുതലാളിയായ സോമരാജനെ വധിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിൽ പ്രതിയാക്കപ്പെടുകയും ജില്ലാ കോടതി അദ്ദേഹത്തെ 4 വർഷം ശിക്ഷിക്കുകയും ചെയ്തു. ആ 4 വർഷം കുറച്ചു കിട്ടാൻ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 9 വർഷമാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മക്കൾക്കുണ്ടായ ദുരന്തങ്ങൾ, അപകടങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബം കംപ്ലീറ്റ് തകർന്നു. അപ്പൊ ഇതൊക്കെ ചരിത്രമായി മുന്നിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇതിന് എല്ലാ തരത്തിലുമുള്ള തിരിച്ചടി, ദൈവികമായ തിരിച്ചടികളും ഉണ്ടായും സാമുദായിക തിരിച്ചടികളും ഇത്തരം കാര്യങ്ങൾക്ക് നേരെ ഉണ്ടാവും. ഇതൊക്കെ കണ്ടുകൊണ്ട് എന്നും ഇങ്ങനെ ക്രിസ്ത്യാനികൾ എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുമെന്ന് രാഷ്ട്രീയക്കാർ കരുതുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന മതമൗലികവാദ പ്രസ്ഥാനങ്ങൾ കരുതുന്നുവെങ്കിൽ, അത് നിങ്ങളുടെ ആ ഒരു തീരുമാനം തെറ്റായ തീരുമാനം തന്നെയാണെന്ന് കാലം തെളിയിക്കും. താങ്ക് യു. ഒപ്പം തന്നെ ശ്രീ KM പീറ്റർ, മറ്റൊരു കാര്യം കൂടി, ഈ നാടകത്തിന്റെ നാടകകൃത്ത് ഈ ഫ്രാൻസിസ് നൊറോണ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പലപ്പോഴും ഈ സർക്കാർ തലത്തിൽ നിന്ന് ഇത്തരം വ്യക്തികൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നു. അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ നാടകം തൃശ്ശൂരിൽ അവതരിപ്പിച്ചപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അതിന് ലഭിച്ച ഒരു പ്രോത്സാഹനം, ഭരണ നേതൃത്വത്തിലുള്ളവരുടെ ഒരു കൈയടി. ഒപ്പം തന്നെ ഈ സഭയുടെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങളിൽ ഒരു ജാഗ്രത കുറവ് സംഭവിക്കുന്നുണ്ടോ? ഇത്തരം വ്യക്തികളെ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ, പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം ഈ ഫ്രാൻസിസ് നൊറോണ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് 2019 KCBCയുടെ ഒക്കെ ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ ഇടയ്ക്കാണ് ഈ ക്രൈസ്തവർ ഏറ്റവും അധികം വളരെ ശക്തമായി സ്റ്റാൻഡ് എടുക്കുന്ന അബോർഷൻ പോലുള്ള ഒരു വിഷയങ്ങളുണ്ട്. പക്ഷേ അബോർഷനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയുടെ ഒരു നായികയ്ക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം സഭയുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു സ്വയം വിമർശനമായി തന്നെ ചിന്തിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രത കുറവ് ചില വിഷയങ്ങളിലെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അത് ഈ കൂട്ടർക്കൊരു വളമായി മാറുന്നുണ്ടോ ശ്രീ KM പീറ്റർ? തീർച്ചയായിട്ടും ഇത്തരം ബോധപൂർവമായ വളരെ ആസൂത്രിതമായ രീതിയിൽ നമ്മുടെ വിശ്വാസങ്ങൾക്ക് നേരെ, നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നേരെ, സഭയ്ക്ക് നേരെ, വൈദികർക്കും പിതാക്കന്മാർക്കും കന്യാസ്ത്രീകൾക്ക് നേരെ ബോധപൂർവമായി വളരെ ചിട്ടയായി എല്ലാവിധ സപ്പോർട്ടുകളും കൂടി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാത്തവരല്ല നമ്മുടെ സഭാ നേതൃത്വം. അവർക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇതവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവർ ഇതിൽ കാണിക്കുന്ന ആ ഒരു നിസ്സംഗത അല്ലെങ്കിൽ ജാഗ്രത കുറവ് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രതിഷേധാർഹം തന്നെയാണ്. ഇതേ വ്യക്തിയെ KCBCയുടെ സാഹിത്യ അവാർഡ് കൊടുത്തതല്ലേ? അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് തിരക്കാനിട്ടാണോ? അതുപോലെ തന്നെ താങ്കൾ സൂചിപ്പിച്ച അബോർഷനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയിൽ ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വേറെ ക്രിസ്ത്യൻ സമുദായത്തിൽ ക്രിസ്ത്യൻ പേരുള്ള ഒരു നടിയും ഇല്ലായിരുന്നോ? സിനിമാ നടിയും ഇല്ലായിരുന്നോ? ഇല്ലാഞ്ഞിട്ടാണോ അതിനെ തന്നെ വിളിച്ച്? എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് അവാർഡ് കൊടുത്തിട്ട് ഇപ്പോൾ പുതിയൊരു പ്രസ്താവന വന്നതായി കണ്ടു, ഒരു വാർത്ത വന്നതായി കണ്ടു. ഇദ്ദേഹത്തെ ഈ നാടകത്തെ വളരെ കുറ്റം പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു? ഇത് മാത്രമല്ല, നമ്മുടെ ചാവറ കുര്യാക്കോസ് അച്ഛനെ പാഠപുസ്തകത്തിൽ നിന്നും മാറ്റിയിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ആ വിഷയം പുറത്തേക്ക് വന്നത്? അപ്പോൾ മാറ്റിയ കാര്യം അറിയാതെ നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളിൽ, ഏതൊക്കെ എയ്ഡഡ് സ്കൂളുകളിൽ എത്രയൊക്കെ അധ്യാപകർ അത് പഠിപ്പിച്ചു? അവിടെ കന്യാസ്ത്രീകൾ ഇല്ലായിരുന്നോ? ക്രിസ്ത്യൻ അധ്യാപകരില്ലായിരുന്നോ? ക്രിസ്ത്യൻ പ്രിൻസിപ്പൽമാരില്ലായിരുന്നോ? അവിടെ ലോക്കൽ മാനേജർ കോപ്പറേറ്റീവ് മാനേജരും ഇല്ലായിരുന്നോ ഇത്തരം സ്കൂളുകളിലൊന്നും? അപ്പൊ ഇവർക്ക് ആർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏകദേശം 4 വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ചാവറ കുര്യാക്കോസ് അച്ഛന്റെ അപ്രത്യക്ഷമായത് കണ്ടത്. അപ്പൊ എന്ത് ജാഗ്രതയാണ് ഇത്തരം വിഷയങ്ങളിലുള്ളത് ഇവർക്ക്?
ഇപ്പോൾ തന്നെ ഇപ്പോൾ മറ്റൊരു മാധ്യമത്തിന്റെ ഒരു ചടങ്ങ് ഇവിടെ ഈ നോയമ്പ് കാലത്ത് കോഴിക്കോട് നടക്കാൻ പോകുന്നു. ഇത് എന്ത് സന്ദേശമാണ് വിശ്വാസികൾക്ക് നൽകുന്നത്? അവിടെ മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു കേട്ടു. മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചിട്ടുണ്ട്, അദ്ദേഹം നേരിട്ട് വരുന്നുണ്ട്. അപ്പൊ നോയമ്പ് കാലത്ത് ഇതൊക്കെ നിങ്ങൾക്കാവാം, വിശ്വാസികൾക്കാക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ വളരെ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഇത്തരക്കാരെ നമ്മൾ കൃത്യമായി അതിനുവേണ്ടി പ്രത്യേക സമിതികൾ രൂപീകരിക്കുകയും ഈ സമൂഹങ്ങളിലും ഇത്തരം കാര്യങ്ങളിലും നടക്കുന്നവരെ പ്രത്യേകം നമ്മൾ കണ്ടെത്തുകയും അത്തരക്കാരെ നമ്മുടെ സഭയുടെയുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിൽ നിന്നും അവരെ ഒഴിവാക്കി നിർത്തേണ്ടതുമാണ്. അല്ലാതെ ഇത്തരം ആൾക്കാരെ വിളിച്ചു വരുത്തി നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് നൽകിയ അവാർഡുകളും മറ്റും നൽകി ആദരിക്കുമ്പോൾ ഇത് കാണുന്നവരിൽ വളർന്നു വരുന്ന തലമുറകളിൽ എന്ത് സന്ദേശമാണ് കൊടുക്കുക? അതുപോലെ തന്നെ സിസ്റ്റർ ലൂസിയുടെ ആത്മകഥ ആദ്യം അടിച്ചു വന്നത് ഏത് പ്രസ്സിലാണ് അടിച്ചത്? എറണാകുളത്തെ വിയാനി പ്രസ്സിലാണ് അടിച്ചത്. അപ്പൊ കാശിന് വേണ്ടി സ്വന്തം അസ്തിത്വത്തെ വരെ അവഹേളിക്കുന്ന, വൈദികർക്കും കന്യാസ്ത്രീമാരും എല്ലാം അവഹേളിക്കുന്ന ലൂസിയുടെ ബുക്ക് ആദ്യം അച്ചടിച്ചത് വിയാനി പ്രസ്സിലാണ്. അപ്പൊ കാശിന് വേണ്ടി അത് ചെയ്തു കൊടുത്തു. എന്നിട്ടിപ്പം അവർക്കെതിരെ ഇറങ്ങുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? നിങ്ങൾ തന്നെ അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അപ്പോ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ കിട്ടിയ അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം വളരെ സൂക്ഷ്മമായി കാര്യങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. ഓക്കെ, യെസ്, വ്യക്തമാണ്. ശ്രീ ജെയിംസ്, ശ്രീ കെവിൻ അവസാനിപ്പിച്ച ഒരു പോയിന്റിൽ നിന്ന് അങ്ങയോട് ചോദിക്കുകയാണ്. ഈ ഫെബ്രുവരി മാസം തൃശ്ശൂരിൽ തന്നെ ഈ ഒരു നാടകാവതരണം, ഈ കക്കുകളി എന്ന നാടക അവതരണം നടക്കുന്നു. പിന്നീട് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ അതേ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഗുരുവായൂരിൽ ഈ നാടകാവതരണം ആവർത്തിക്കപ്പെടുന്നു. കുറെ കൂടി ഒരു സഭയുടെ ഭാഗത്ത് നിന്ന് കുറെ കൂടി ഒരു ജാഗ്രത ശക്തമാകേണ്ടതല്ലേ? ശ്രീ കെവിൻ ചൂണ്ടിക്കാണിച്ച ചില ഉദാഹരണങ്ങൾ അങ്ങ് കേട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ചാവറയച്ചൻ പാഠപുസ്തകത്തിൽ നിന്നും മാറ്റപ്പെട്ട ഒരു സാഹചര്യം. ഒപ്പം ചില വ്യക്തികൾക്കൊക്കെ അവാർഡ് നൽകുമ്പോൾ നാം പാലിക്കേണ്ട ചില സംഭവിച്ചു പോയ ചില ജാഗ്രത കുറവുകൾ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ എന്തെല്ലാം നടപടികളാണ് സഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്? നമ്മുടെ ജാഗ്രതാ കമ്മീഷൻ, പല രൂപതകൾക്കും ജാഗ്രതാ സമിതികളും ഒക്കെ ഉണ്ട്. അതൊക്കെ കൂടുതൽ ഒരു കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ട് കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ഈ സാഹിത്യ മേഖലയിലും സിനിമാ മേഖലയിലും മാധ്യമ മേഖലയിലും ചെലുത്തേണ്ടതല്ലേ ഇത്തരം വിഷയങ്ങളിൽ? ശ്രീ ജെയിംസ്. തീർച്ചയായിട്ടും ആ ജാഗ്രത ആവശ്യമാണ്. ഞാനിപ്പോഴേ സാർ പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഉറപ്പാണ്. 86 ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് എന്ന ആ ഒരു നാടകം ആന്റണി തയ്യാറാക്കി തൃശ്ശൂരിൽ അവതരിപ്പിക്കാനായിട്ട് വന്നപ്പോൾ അന്ന് അതേ ദിവസം തന്നെ രാത്രി പന്തം കൊളുത്ത് ജാഥയും മറ്റൊക്കെ എല്ലാ ഇടവകകളിലും മറ്റുമായിട്ട് തൃശ്ശൂർ ഉപതയിൽ നിന്നായിരുന്നു അന്ന് ശക്തമായ പ്രതിഷേധം കേരളത്തിലെ അലയടിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് മറ്റെല്ലായിടത്തേക്ക് ഇത് വ്യാപിച്ചത്. എന്ന് പറഞ്ഞാല് തൃശ്ശൂരിലാണ് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾക്ക് ഏറ്റവും ശക്തമായ ഒരു പ്രതിഷേധം ആരംഭിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടം മാറി ഇപ്പോഴ് ഈ ഒരു പ്രശ്നം ഇങ്ങനെ അറിഞ്ഞിട്ടും വേണ്ടത്ര ഒരു പ്രതിഷേധം ഇവിടുന്ന് ഉയരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ട്. കാരണം പഴയ ആ ഒരു ടെമ്പോല് അല്ലെങ്കിൽ പഴയ ആ ഒരു രീതിയില് ആ പ്രതിഷേധത്തിന്റെ സ്വരം തൃശ്ശൂരിൽ നിന്ന് വരുന്നില്ല. തീർച്ചയായിട്ടും അത് മാറേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിലവിൽ തൃശ്ശൂരിൽ ജാഗ്രതാ സമിതി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒന്നുകൂടെ ശക്തമായിട്ട് പ്രതികരിക്കാനും അതല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളെ ഗൗരവത്തോടെ എടുക്കാനും ഒക്കെ ആയിട്ട് വേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ഇപ്പോഴത്തെ ജാഗ്രതാ സമിതിയെ കുറിച്ചുകൂടെ വിവരപ്പെടുത്തുകയും അത് വേണ്ടത്ര രീതിയിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങളായിട്ട് ഈ ഒരു ഇറ്റ്ഫോക്ക് എന്ന നാടക ഉത്സവം തൃശ്ശൂരിൽ നടന്നു വരുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കണ്ട് നമ്മുടെ ക്രിസ്ത്യൻ നേതാക്കളാരും ഇതിനെ വിലയിരുത്താനോ അല്ലെങ്കിൽ ഇത് കാണാനോ അവിടെ വരുന്നില്ല. അതാണ് മെയിൻ വിഷയം. അതാ അങ്ങ് പറഞ്ഞു, വർഷങ്ങളായിട്ട് ഈ ഒരു നാടകവേദി, ഞാൻ ഒറ്റൊരു പോയിന്റ് മാത്രമാണ് എടുക്കുന്നത്. ഇറ്റ്ഫോക്ക് എന്ന ഒരു അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ വർഷങ്ങളായിട്ട് നാടകാവതരണങ്ങൾ നടക്കുന്ന എത്രയോ നാടകങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ ആയിരങ്ങൾ ആ നാടകം കണ്ടിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു അബോധ മനസ്സിലേക്ക് ഈ ക്രൈസ്തവ വിരുദ്ധത കുത്തി നിറയ്ക്കപ്പെട്ട് കഴിഞ്ഞു. അത്തരം വ്യക്തികൾ സമൂഹത്തിൽ ഇപ്പോഴും സജീവമാണ്. അത്തരം വ്യക്തികൾ പല സമൂഹത്തിന് ഉന്നത തലങ്ങളിൽ എത്തുമ്പോൾ അവർ സ്വീകരിക്കുന്ന പല നിലപാടുകളും, അവർ പറയുന്ന പല കാര്യങ്ങളെയും, അവരെടുക്കുന്ന പല പോളിസികളെയും അവർ കണ്ട അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഈ ക്രൈസ്തവ അവഹേളനപരമായ ചിത്രീകരണങ്ങൾ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത ശക്തമാക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? തീർച്ചയായിട്ടും. അതായത് കലാരൂപങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കലാരൂപങ്ങളിലൂടെ ഒരു സന്ദേശം
പെട്ടെന്ന് തന്നെ ജനമനസ്സുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കലാരൂപങ്ങളിലെ ജാഗ്രത വളരെ കർക്കശമായിട്ടും നാം ക്രൈസ്തവർ ചെലുത്തേണ്ടിയിരിക്കുന്നു. കാരണം ക്രൈസ്തവ കലാരൂപങ്ങളെ മാത്രമല്ല, കലാരംഗത്തേക്ക് ക്രൈസ്തവരുടെ പങ്കാളിത്തവും അതിനെക്കുറിച്ചുള്ള വ്യക്തതയും ഒക്കെ കുറച്ചുകൂടെ കൂട്ടേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഈ ഒരു കലാരൂപങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഇപ്പോ സിനിമ പോലുള്ള ഇതിനകത്ത് എത്രയോ ക്രൈസ്തവ നിന്ദ ഇപ്പോഴും ഈ അടുത്ത കാലത്തൊക്കെ വരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു സിനിമ അതല്ലെങ്കിൽ നാടകം എന്ന് പറയുന്ന കലാരൂപങ്ങളിലൂടെ ക്രൈസ്തവ സന്ദേശങ്ങളെ ശക്തമായ രീതിയിൽ കൊടുക്കുവാനും അല്ലെങ്കിൽ ക്രൈസ്തവ അവഹേളനം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പ്രതികരിക്കുവാനും ഇനിയും ശക്തമായ ഒരു മുന്നേറ്റം ആവശ്യമുണ്ട്. അത് തീർച്ചയായിട്ടും തൃശ്ശൂരിൽ തന്നെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചർച്ചയുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ ശ്രീ കെവിൻ പീറ്റർ, നമ്മള് പലപ്പോഴും ഷെക്കേന് തന്നെ ഇത്തരം പല ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും പല ചർച്ചകളും നടത്തിയിരുന്നു. ഈശോ സിനിമാ വിവാദം അങ്ങേക്ക് ഓർമ്മയുണ്ട്. ഒപ്പം തന്നെ ഫ്രാങ്കോ പിതാവുമായി ബന്ധപ്പെട്ട ഒരു കാർട്ടൂണുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, പിന്നീട് പല സിനിമകളിലും നടക്കുന്ന അവഹേളനങ്ങൾ, മാധ്യമങ്ങളിൽ നടക്കുന്ന അവഹേളനങ്ങൾ ശക്തമായിട്ട് തന്നെ ഒരു കോണിൽ നിന്നും ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു ചെറിയൊരു വിഭാഗമെങ്കിലും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുമ്പോൾ പക്ഷേ വീണ്ടും വീണ്ടും ഇത് തുടർച്ചയായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം മറ്റൊരു വേദനാജനകമായ ഒരു കാര്യം, ഇത്തരം പ്രവർത്തികൾക്കെതിരെ ശക്തമായിട്ട് അപലപിക്കുന്ന പല സംഘടനകളും, ഇപ്പം കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സംഘടനകളായിക്കോട്ടെ, കാസ പോലുള്ള സംഘടനകളായിക്കോട്ടെ, ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുമ്പോൾ നാം പലതവണ ആവർത്തിക്കാറുള്ളതാണ്, അത്തരക്കാരെ ക്രിസ്സംഗികൾ എന്ന് ചാപ്പുകുത്തുന്നവർ സമുദായത്തിന് പുറത്തുള്ളവരല്ല, സമുദായത്തിന്റെ ഉള്ളിൽ തന്നെ ഉള്ളവരാണ്. അതിൽ വിശ്വാസികളുണ്ട്, വളരെയധികം ദുഃഖം ജനിപ്പിക്കുന്നു, അതിൽ ചില വൈദികർ പോലുമുണ്ട്. പലതവണ നമ്മൾ ഇതിനെതിരെ ആഞ്ഞടിച്ചിട്ടും, ഇത്തരം അവഹേളനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നത്? എങ്ങനെ നമുക്കിതിനെ തടയിടാൻ സാധിക്കും? ശ്രീ കെവിൻ പീറ്റർ, ചുരുങ്ങിയ വാക്കുകളിൽ. തീർച്ചയായിട്ടും നമ്മളിതിനെ ഫലപ്രദമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉടനടിയുള്ള പ്രതികരണമാണ്. താമസിക്കുവാൻ നമ്മൾ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനും ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നു, സോഷ്യൽ മീഡിയകളിലാകട്ടെ മറ്റു രംഗങ്ങളിലാകട്ടെ അത് വന്നു എന്ന് കണ്ടെത്തുവാനുമായിട്ടും അതിന് ഉടനടി ഫലപ്രദമായ രീതിയിൽ അതിനെ തടയാൻ വേണ്ടുന്ന ഒരു സമിതികൾ, അത് നേരിട്ട് പ്രത്യക്ഷത്തിൽ സഭകളുടേതായിട്ട് തോന്നണമെന്നില്ല, അല്ലാതെ തന്നെ അത് രൂപീകരിക്കണം. ഇന്നത്തെ കാലത്ത് അത്തരം രംഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന ധാരാളം യുവതി യുവാക്കളുണ്ട്. അപ്പൊ അവരെ കൂട്ടിയിണക്കിക്കൊണ്ട് പല രീതിയിലുള്ള ഈ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഉടനടി അതിനെതിരെ പ്രതികരിക്കുക. അതുപോലെ തന്നെ സഭാ നേതൃത്വങ്ങൾ പ്രതികരിക്കേണ്ട സമയങ്ങളിൽ ശക്തമായി തന്നെ പ്രതികരിക്കണം. പിന്നെ ഇവിടെ ഒരു സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും രാഷ്ട്രീയം കടന്നു കഴിയും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇപ്പോൾ നമ്മളുടെ ഈ ബ്രണ്ണൻ കോളേജിലെ പോസ്റ്റർ വിവാദത്തെ കുറിച്ചുള്ള നമ്മുടെ ചില സംഘടനകളുടെ പ്രതികരണം നോക്കിയാൽ മനസ്സിലാവും അവർ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിക്കുന്നത്. കാരണം അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ യുവാക്കൾ അല്ലെ യുവതി യുവാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർഭാഗത്തെ SFI എന്ന് പറയുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം ആയതുകൊണ്ടാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരത്തെ വിനിയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ഈ പോസ്റ്റർ വിവാദത്തിൽ SFIക്കെതിരെ ശക്തമായ രംഗത്തെത്തിയിരിക്കുന്ന യുവജന പ്രസ്ഥാനങ്ങളിൽ എത്ര പേർ ബൈബിൾ കത്തിച്ചപ്പോൾ പ്രതിഷേധിച്ചു എന്നുള്ളതൊന്നും നമ്മൾ നോക്കണം. അപ്പോൾ കാണാൻ എന്തുകൊണ്ടാണ് ചില പ്രതിഷേധങ്ങൾ സെലക്റ്റീവായി മാറുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള രീതിയിലെ പ്രതികരണങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സഭയ്ക്കും സമുദായത്തിനും എതിരെ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ നമ്മൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് പ്രതിഷേധിക്കാൻ തയ്യാറാവണം. ഇവിടെ ഇവർ മാത്രമല്ല, വിദ്യാർത്ഥികൾ മാത്രമല്ല, സഭാ അംഗങ്ങൾ, സഭാ മക്കൾ, വൈദികർ ഒക്കെ തന്നെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരു പഴയ കാര്യമാണ്. മുമ്പ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡി രംഗത്തെത്തിയിരുന്നു. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയും. അപ്പോൾ ആലപ്പുഴയിലെ ഒരു കോൺഗ്രസ്സുകാരനായ ഒരു മുസൽമാനായ ഒരു യുവാവ് ബഷീർ കോയാപ്പറമ്പിൽ എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം അതിനെതിരെ ജില്ലാ കോടതിയിൽ കേസ് കൊടുക്കുകയുണ്ടായി. അത് ക്രിസ്ത്യൻ മതത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അന്ന് ഏഷ്യാനെറ്റിൽ വന്ന ചർച്ചയിൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രധാനപ്പെട്ട ഒരു വൈദികൻ, അന്ന് അദ്ദേഹം ഇതിന്റെ മീഡിയയുടെ വിഭാഗം കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ്, അദ്ദേഹം വന്ന് അതിനെതിരെ സംസാരിച്ചിരുന്നു. ആ ബ്രാൻഡി ആ പേരിനെതിരെ സംസാരിച്ചിരുന്നു. ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം വർഷങ്ങൾക്ക് ഇപ്പുറം
ഈശോ സിനിമ എന്ന് പേര് വന്നതിന് കുഴപ്പമില്ല എന്ന് അദ്ദേഹം പ്രസ്താവന നടത്തുന്നതും കണ്ടു. അപ്പോൾ ഇത് കാലാകാലങ്ങളിൽ സ്വന്തം നേട്ടങ്ങൾക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ സമുദായത്തിന്റെ വിശ്വാസങ്ങളെ തകർക്കാൻ കൂട്ടു നിൽക്കരുത്. പ്രതികരിക്കേണ്ട സമയങ്ങളിൽ നമ്മളുടെ നമ്മളുടെ രാഷ്ട്രീയത്തെക്കാളും നമ്മുടെ സഭയെക്കാളും അല്ലെങ്കിൽ നമ്മുടെ റീത്തിനേക്കാളും വലുത് നമ്മളുടെ വിശ്വാസമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അവഹേളിക്കുന്ന വിഷയത്തിൽ നാം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന, നമ്മുടെ പിതാക്കന്മാരെ, വൈദികരെയും കന്യാസ്ത്രീകളെയും അവഹേളിക്കുന്ന വിഷയത്തിൽ നാം ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സഭാ നേതൃത്വത്തിന് അതിന് പറ്റുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കാൻ തക്ക രീതിയിൽ സഭാ മക്കളെ, വിദ്യാർത്ഥികളെ ഒക്കെ വാർത്തെടുത്തുകൊണ്ട് വരണം. അത് വളരെ വളരെ പെട്ടെന്നുള്ള പ്രതികരണമായിരിക്കണം. അത് നേതൃത്വം കൊടുക്കേണ്ട സഭാ നേതൃത്വത്തിൽ നിന്ന് തന്നെ അതിന് പ്രതികരണങ്ങൾ ഉണ്ടാകണം. അത് പേരിനെ ഒരു കടമ നിർവഹിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം മിണ്ടാതിരുന്നാൽ അത് പ്രശ്നമാകില്ല, എന്ത് തോന്നും എന്ന് കരുതിക്കൊണ്ട് പേരിനൊരു പ്രതികരണം നടത്താതെ ശക്തമായി പ്രതികരിക്കേണ്ട സ്ഥാനങ്ങൾ ശക്തമായി പ്രതികരിക്കണം. അത് അങ്ങനെ പ്രതികരിക്കുന്നവർക്ക് സപ്പോർട്ട് കൊടുക്കുവാൻ തയ്യാറാവണം. പക്ഷെ ഒരു വിഷയം എന്ന് വെച്ചാൽ, ഈ ക്രൈസ്തവ വിശ്വാസം അവഹേളിക്കപ്പെടുമ്പോൾ അതിന്റെ പ്രതിസ്ഥാനത്ത് ഒരു പ്രത്യേക കൂട്ടരാകുമ്പോൾ, ഇപ്പൊ ക്രൈസ്തവ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ നാം ചാടിക്കേറിയ ഒരു പ്രതികരണം നടത്തരുത്, ക്രിസ്തു അതല്ല പഠിപ്പിച്ചു. ഇപ്പോൾ തന്നെ ഈ SFIയുടെ ഒരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ പങ്കുവെച്ച ചില പോസ്റ്റ് ഉണ്ട്. ക്രിസ്തു ആയിരുന്നെങ്കിൽ അവരുടെ ഒരു വിവരമില്ലായ്മയെ അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റിദ്ധാരണയെ അത് മാറ്റും, സ്നേഹത്തോടെ പ്രതികരിക്കും. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചവർക്കെതിരെ ശക്തമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് ചില വൈദികർ തന്നെ പങ്കുവെച്ച ചില പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറുള്ള യുവജനങ്ങളെ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനമാണ് പലപ്പോഴും ചില കോണുകളിൽ നിന്നും ഉയരുന്നത്. അല്ല, ഇത്തരം ആൾക്കാർ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാവും. പക്ഷെ അവരുടെ വാക്കുകൾക്ക് ഒരു കാരണവശാലും വില കൊടുക്കാൻ പാടില്ല. വില കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കും. പരോക്ഷമായി അവരെ സഹായിക്കുന്ന ഒരു തരത്തിലുള്ള നിലപാടാണത്, അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെ സഹായകരമാകുന്ന നിലപാടുകൾ, ആ നിലപാടുകൾക്ക് മാധ്യമങ്ങൾ അമിത പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. അത്തരക്കാരെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. എത്ര വിഷയങ്ങളിലാണ് നാം അത് കണ്ടിട്ടുള്ളത്. അപ്പോ അത്തരം ആളുകൾക്ക് അമിത പ്രാധാന്യം കൊടുത്ത് അവരെ ഹൈലൈറ്റ് ചെയ്യും. പക്ഷെ അത് നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. അവർ പ്രതികരിക്കുക. എല്ലാ കാലങ്ങളിലും എല്ലാ സമുദായങ്ങളിലും ഇത്തരം കുലംകുത്തികൾ ഉണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ അവഗണിക്കുക. നമ്മൾ പ്രതിഷേധിക്കേണ്ടത് നമ്മൾ പ്രതിഷേധിക്കുക. ആര് നമ്മൾക്കൊപ്പം വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളുടെ കണ്ണിൽ അത് അനീതിയാണോ, ന്യായം നമ്മുടെ ഭാഗത്താണോ, നമ്മൾ അതിനെ ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം. ക്രിസ്തീയമായി തന്നെ പ്രതികരിക്കുക. രാജ്യം ക്രിസ്ത്യാനികൾ ഇന്നുവരെ ക്രിസ്തീയമല്ലാത്തൊരു രീതിയിൽ ഒരിക്കലും പ്രതിഷേധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം ഭാരതത്തിന്റെ ചരിത്രത്തിൽ എവിടെ തപ്പിയാലും നമുക്ക് കാണാൻ കഴിയില്ല. വളരെ വ്യക്തമാണ്. ഈ ഒരു ചർച്ച ഒരു കൺക്ലൂഡിംഗ് പോയിന്റിലേക്ക് എത്തുന്നു. ആവർത്തിച്ചുണ്ടാകുന്ന ക്രൈസ്തവ അവഹേളനം അത് അവസാനിപ്പിച്ചേ മതിയാവൂ. അതിനായി ക്രിസ്തീയമായ മാർഗങ്ങളിലൂടെ ശക്തമായി തന്നെ പ്രതികരിക്കുക. ഈ രാജ്യം ക്രൈസ്തവർക്ക് നൽകുന്ന അവകാശങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുക. ഒപ്പം മറ്റൊരു പ്രസക്തമായ കാര്യം, ഇത്തരത്തിൽ ക്രൈസ്തവ വിശ്വാസം അവഹേളിക്കപ്പെടുമ്പോൾ, സന്യസ്തർ അവഹേളിക്കപ്പെടുമ്പോൾ, സഭാ നേതൃത്വം അവഹേളിക്കപ്പെടുമ്പോൾ, വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥ ലക്ഷ്യങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടോടെ ഏക മനസ്സായി അതിനെതിരെ ക്രിസ്തീയമായി പ്രതികരിക്കാനുള്ള ആർജവം ക്രൈസ്തവ സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ മതിയാകും. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജെയിംസ്, ശ്രീ കെവിൻ പീറ്റർ, രണ്ടുപേർക്കും നന്ദി.